പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശ്രീമാൻ വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ ഒരു പുതിയ UDA സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഏതാണ്ട് 2 മാസം ആകാൻ പോകും. നമുക്കറിയാം, വി ഡി സതീശൻ MLA-മാരുടെ ഇടയിൽ പിന്തുണ ഉണ്ടായിരുന്നില്ല, സംസ്ഥാന നേതൃത്വത്തിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നില്ല, കേന്ദ്ര നേതൃത്വത്തിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിനെല്ലാം മറികടന്ന് സതീശൻ ഒരു കൊടുങ്കാറ്റ് പോലെ മുഖ്യമന്ത്രിയായത് പൊതുജനങ്ങളുടെ പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണല്ലോ പൊതുവിലുള്ള വിലയിരുത്തൽ. സ്വാഭാവികമായി സതീശൻ അധികാരത്തിൽ വരുമ്പോൾ വലിയ പ്രതീക്ഷകളോടുകൂടിയാണ് ജനങ്ങൾ അദ്ദേഹത്തെ അധികാരത്തിൽ കയറ്റുന്നത്. അദ്ദേഹത്തിന് വേണ്ടി തെരുവിലിറങ്ങാൻ പോലും ജനങ്ങൾ തയ്യാറായി. സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ സമാനതകളില്ലാത്ത പിന്തുണയാണ് സതീശന് ലഭിച്ചത്. അങ്ങനെ ലഭിച്ചത് പ്രധാനമായും നിലപാടുകളുടെ രാജകുമാരനായതുകൊണ്ടാണ് എന്നതാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെൻറ് 2 മാസം ഏതാണ്ട് പൂർത്തിയാക്കുമ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെ എന്നതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. സുഹൃത്തുക്കളെ, നേട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കിയില്ല ഈ ഗവൺമെൻറ് എന്ന് ഒരു കാരണവശാലും നമുക്ക് പറയാൻ കഴിയില്ല. ഈ സർക്കാരിന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ് അതിലേറ്റവും വിപ്ലവകരമായിട്ടുള്ള നേട്ടം. അത് രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന് അവതരിപ്പിച്ച ഒരു കാര്യമാണെങ്കിലും മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അതിൻ്റെ ക്രെഡിറ്റ് സതീശൻ കൊണ്ടുപോകുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അതുപോലെ തന്നെ ആശാ വർക്കർമാരുടെ ശമ്പളം 3000 രൂപയെ കൂട്ടി, അംഗനവാടി വർക്കർമാരുടെ ശമ്പളം കൂട്ടി, നവീൻ ബാബുവിൻ്റെ മരണം അതിൻ്റെ അന്വേഷണം CBI-യിലേക്ക് വിട്ടു, നവീൻ ബാബുവിൻ്റെ മകൾക്ക് ജോലി കൊടുത്തു. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ സതീശൻ സർക്കാരിന് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ആരും തർക്കവുമില്ല. പക്ഷേ ഈ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ സതീശൻ സർക്കാർ ഉണ്ടാക്കി വച്ചിട്ടുള്ള മറ്റ് ചില നേട്ടങ്ങളുണ്ട്. അത് യഥാർത്ഥത്തിൽ സതീശൻ സർക്കാരുണ്ടാക്കിയ നേട്ടങ്ങളല്ല, പ്രതിപക്ഷത്തിന് ഉണ്ടാക്കി കൊടുത്ത നേട്ടങ്ങൾ എന്ന് പറയുന്നതായിരിക്കും ശരി എന്നെനിക്ക് തോന്നുന്നു. സതീശൻ സർക്കാർ പ്രതിപക്ഷത്തിന് ഉണ്ടാക്കി കൊടുത്ത നേട്ടങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമുക്ക് പറയാൻ കഴിയും. ഒരു നിന്നാസ്തുതിയിലാണ് ആ നേട്ടങ്ങളെ ഞാൻ ഉപയോഗിക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, എന്തുമാത്രം പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് ഈ ഗവൺമെൻറ്റിനെ അധികാരത്തിൽ കൊണ്ടുവന്നത്. 102 പേരുടെ ഭൂരിപക്ഷം ആലോചിച്ച് നോക്കണം. 64 പേര് കോൺഗ്രസിൽ തന്നെ. മുസ്ലിം ലീഗിനെ മത്സരിച്ചവർ മുഴുവൻ പേരും ജയിക്കുന്നു. CPM-ൻ്റെ വിമതന്മാർ പോലും ജയിച്ചു വരുന്നു. അത്തരത്തിൽ ഐതിഹാസികമായിട്ടുള്ള ഒരു നേട്ടങ്ങളുടെ ഒരു പരമ്പരയുമായിട്ടല്ലേ അധികാരത്തിൽ ഈ ഗവൺമെൻറ് വന്നത്. അപ്പോൾ ഈ ഗവൺമെൻറ് യഥാർത്ഥത്തിൽ 2 മാസം പൂർത്തിയാകുമ്പോൾ എങ്ങനെയായിരിക്കണം അവസ്ഥ എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. 102 പേരുമായി വന്ന ഈ ഗവൺമെൻറ് അതിശക്തമായിട്ടുള്ള ഒട്ടേറെ UDF-ന് അനുകൂലമായിട്ടുള്ള നയങ്ങൾ എടുക്കുന്നു. പിണറായി വിജയനെതിരായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, അന്വേഷണങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ പ്രതിപക്ഷത്തെ തല്ലിച്ചതയ്ക്കുന്ന ഒരു ഭരണപക്ഷത്തെയല്ലേ നമ്മൾ പ്രതീക്ഷിച്ചത് എന്നാലോചിച്ച് നോക്കി. ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലേക്കൊന്ന് നോക്കി, വിജയ് ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നു? അവിടെ DMK-യുടെ പല മന്ത്രിമാരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നു, അഴിമതികൾ അന്വേഷിക്കുന്നു, മന്ത്രിമാരുടെ വീട്ടിൽ കയറി റെയ്ഡ് നടത്തുന്നു. DMK മന്ത്രിമാർക്കെതിരെ ആരോപണങ്ങൾ, അഴിമതി ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നു. പൊതുമരാമത്ത് വകുപ്പിൻ്റെ ടെൻഡർ പബ്ലിക്കാക്കുന്നു, ആർക്കും പങ്കെടുക്കാമെന്നുള്ള നില കൊണ്ടിരുന്നു. അപ്പം അങ്ങനെ വിപ്ലവകരമായിട്ട് എത്രയോ പ്രവർത്തനങ്ങൾ വിജയ് അവിടെ നടത്തുമ്പോൾ ഇവിടെ 2 മാസം കൂടുമ്പോൾ നമ്മുടെ ഈ ഗവൺമെൻറ് അവസ്ഥ എന്താ സുഹൃത്തുക്കൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ആത്മാർത്ഥമായി ചിന്തിച്ചാൽ എന്താ നമുക്ക് കാണാൻ കഴിയുക? ചത്ത് ചീഞ്ഞ് കിടക്കുന്ന പ്രതിപക്ഷത്തിന് ദിവസവും വന്ന് പത്രസമ്മേളനം നടത്താനുള്ള അവസരം, പ്രതിപക്ഷത്തിന് നേട്ടം. ചതഞ്ഞരഞ്ഞു കിടന്ന പ്രതിപക്ഷം, രോഗഗ്രസ്തനായിട്ടുള്ള വയോവൃദ്ധനായിട്ടുള്ള പിണറായി വിജയൻ ദിവസവും പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുക സുഹൃത്തുക്കളെ. ആർക്കും വേണ്ടാത്ത ഗോവിന്ദൻ ദിവസവും പത്രസമ്മേളനം നടത്തുന്നു. തോറ്റു തുന്നമ്പാടി എന്ന P. രാജീവ് പത്രസമ്മേളനം നടത്തുന്നു. ആർക്കും വേണ്ടാത്ത തോമസ് ഐസക് പത്രസമ്മേളനം നടത്തുന്നു. തോറ്റു തുന്നമ്പാടിയ VN വാസവൻ പത്രസമ്മേളനം നടത്തുന്നു. എന്തൊരു ഗതികെട്ട അവസ്ഥ ആലോചിക്കുക. പ്രതിപക്ഷത്തിനെ തകർത്ത് അടിച്ച് ഒതുക്കേണ്ട സമയത്ത്
പ്രതിപക്ഷത്ത് നിന്ന് ഇങ്ങോട്ട് അഴിമതി ആരോപണങ്ങൾ കേൾക്കുന്നു. വീര്യം കുറഞ്ഞ മദ്യത്തിന് കുറഞ്ഞ നികുതി എന്നും പറഞ്ഞുകൊണ്ട് സതീശനെ ബക്കാർഡി മണക്കുന്നു എന്ന് വിജയം വന്നിട്ട് പറയുന്നു. വിഴിഞ്ഞം പദ്ധതി ഒരു സ്വകാര്യ കപ്പൽ കമ്പനിക്ക് തീരെഴുതി കൊടുത്തുവെന്ന് വിജയം വന്ന് പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. വിജയൻ ഇപ്പോൾ അഴിമതിക്കെതിരായിട്ടുള്ള ഒരു പോരാളിയായി ഉയർത്തെഴുന്നേറ്റ് വരാൻ പാകത്തിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയല്ലേ ഈ സർക്കാർ സുഹൃത്തുക്കളെ ചെയ്തത്. എത്ര സംഭവങ്ങൾ. ആദ്യം ഗവൺമെൻറ് പ്ലീഡർമാരുടെ നമ്മൾ കേട്ടു. ഗവൺമെൻറ് പ്ലീഡർമാരെ നിയമിച്ചപ്പോൾ അതിൽ ശബരിമല കൊള്ളയിൽ ഏറ്റവും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ അഭിഭാഷകനായിട്ടുള്ള പ്രദീപ് എന്ന് പറഞ്ഞ ഒരാളെ സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡറാക്കിയത് നമ്മൾ അറിഞ്ഞു. അത് പിന്നീട് പിൻവലിക്കേണ്ടി വന്നു. ഇപ്പോഴത്തെ വിപിൻ എന്നും പറഞ്ഞിട്ട് ഒരു CPM കാരനെ സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡറാക്കിയെന്നും അയാളുടെ രാജി മുഖ്യമന്ത്രി തന്നെ ചോദിച്ചു വാങ്ങിയെന്നും പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ കേൾക്കുന്നു. വേറൊരു വനിതയെ സീനിയർ ഗവൺമെൻറ് പ്ലീഡറാക്കി. അവർ CPI കാരിയായിരുന്നു. അവരുടെയും രാജി മുഖ്യമന്ത്രി, അതായത് ഒരു സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡറുടെയും 2 സീനിയർ ഗവൺമെൻറ് പ്ലീഡർമാരുടെയും രാജി മുഖ്യമന്ത്രിക്ക് തന്നെ എഴുതി വാങ്ങേണ്ട അവസ്ഥ ഉണ്ടായിരിക്കുന്നു. CPMൻ്റെ ഒട്ടനവധി പ്ലീഡർമാർ ഇപ്പം തന്നെ തുടരുന്നു. നിർണായകമായിട്ടുള്ള കേസിൽ CPMൻ്റെ പ്ലീഡർമാരാണ് എന്നുള്ളത് കൊണ്ട് കേസ് തോൽക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഏറ്റവും കൂടുതൽ അഴിമതിക്കാരനായിട്ടുള്ള ഒരു ചീഫ് സെക്രട്ടറിയെ 10-40 ദിവസം ചീഫ് സെക്രട്ടറിയായി കൊണ്ടു നടക്കുന്നു. ജയതിലക് എന്ന് പറഞ്ഞിട്ട് ഒരു പിടി ആരോപണങ്ങൾക്ക് വിധേയനായിട്ടുള്ള പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ കൈകാര്യകർത്താവായിരുന്ന ഒരാളെ ചീഫ് സെക്രട്ടറിയായി നിലനിർത്തുന്നു. അയാൾ റിട്ടയർ ചെയ്ത് പോകുമ്പോൾ അവിടെ വരുന്ന ചീഫ് സെക്രട്ടറി 5 IAS വനിതകൾ ലൈംഗികമായിട്ടുള്ള പരാതി കൊടുത്തിട്ടുള്ള ആൾ എന്നുള്ള നിലയിൽ അയാൾ വരുന്നത്. മറുഭാഗത്ത് പിണറായി വിജയനെതിരെ പോരാടി സസ്പെൻഷൻ വാങ്ങിച്ച അശോകനെയും പ്രശാന്തിനെയും 15 ദിവസം കഴിഞ്ഞ് തിരിച്ചെടുക്കുന്നു. അവർക്ക് ചില്ലറ വകുപ്പുകൾ മാത്രം കൊടുത്ത് അവരെ ഒരു മൂലയ്ക്ക് ഇരുത്തുന്നു. സുഹൃത്തുക്കളെ, ശേഷാദ്രിനാഥൻ എന്നും പറഞ്ഞ് സംഘപരിവാറുകാരനായിട്ടുള്ള ഒരാളെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമനം നൽകുന്നു എന്നുള്ള ആരോപണം ഉന്നയിക്കുന്ന CPM കാരനല്ല, കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള PM നിയാസാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കാരണവുമില്ലാതെ വീര്യം കുറഞ്ഞ മദ്യത്തിന് കുറഞ്ഞ നികുതി എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ച മുഴുവൻ അതിലേക്ക് കൊണ്ടുപോയി അടി മേടിച്ചു കൂട്ടുന്നു. വീര്യം കുറഞ്ഞ മദ്യത്തിന് കുറഞ്ഞ നികുതി എന്നുള്ളത് അറിഞ്ഞില്ല എന്ന് സംസ്ഥാന മന്ത്രി, എക്സൈസ് മന്ത്രി തന്നെ പറയുന്നു. VM സുധീരൻ അതിനെ എതിർക്കുന്നു. സഭകളെതിർത്ത് രംഗത്ത് വരുന്നു. വിഴിഞ്ഞം എന്ന് പറഞ്ഞിട്ടുള്ള വിഴിഞ്ഞം പദ്ധതിയിൽ 50% ഷെയർ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനി വാങ്ങിയത് താൻ അറിഞ്ഞില്ല എന്ന് പറയുന്നു. അതിനെതിരെ ശക്തമായ നിലപാട് നിയമസഭയിൽ എടുക്കേണ്ടതിന് പകരം 5 കാര്യങ്ങൾ അംഗീകരിച്ചാൽ അവരുമായിട്ടുള്ള കരാർ ആലോചിക്കാമെന്നുള്ള നിലയിൽ പറയുന്നു. വളരെ മൃദുവായി അവരെ അതൃപ്തി അറിയിക്കുന്നു. അപ്പോൾ ഈ നിലയിൽ നമ്മൾ നോക്കുമ്പോൾ 2 മാസക്കാലം മാത്രമേ പൂർത്തിയാക്കിയിട്ടുള്ളൂ. ഹണിമൂൺ പൂർത്തിയാക്കിയോ എന്നൊക്കെ ചോദിക്കുമ്പോഴും ഈ 2 മാസക്കാലത്തിനുള്ളിൽ 102 പേരുള്ള ഈ UDF മന്ത്രിസഭ 33 പേരുള്ള പ്രതിപക്ഷത്തിൽ നിന്ന് ഇങ്ങോട്ട് അടിവാങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്കല്ലേ സുഹൃത്തുക്കളെ എത്തിച്ചിരിക്കുന്നത്. എന്തൊരു നേട്ടമാണിത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അത് ലീഡർമാരുടെ കാര്യത്തിലാവട്ടെ, വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ കാര്യത്തിലാവട്ടെ, സംഘപരിവാറുകാരനെ കമ്മീഷനാക്കിയ കാര്യത്തിലാവട്ടെ, വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യത്തിലാവട്ടെ, IAS ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിലാവട്ടെ, ഒക്കെ തന്നെ അടി ഇങ്ങോട്ട് വാങ്ങിച്ചു കൊണ്ടിരിക്കുന്നു. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ പറഞ്ഞതൊക്കെ വിഴുങ്ങുന്നു. PM ശ്രീയുടെ കാര്യത്തിൽ PM ശ്രീ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ കടലിൽ കൊണ്ട് തള്ളുമെന്ന് പറഞ്ഞത് അതിനെ ഇപ്പോൾ അനുകൂലിക്കുന്നു. ഊരാളുങ്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ലേബർ കോൺട്രാക്ട് സൊസൈറ്റി CPMൻ്റെ പണപ്പെട്ടിയാണെന്ന് പറഞ്ഞ VD സതീശനും KM ഷാജിയും അതിനെ ഇപ്പോൾ ന്യായീകരിക്കുന്നു. PK ബഷീർ അതിനെ നിയമസഭയിൽ വന്ന് ന്യായീകരിക്കുന്നു. അപ്പോൾ ഈ നിലയിൽ കഴിഞ്ഞ 2 മാസക്കാലത്തിനുള്ളിൽ VD സതീശൻ സർക്കാർ നേട്ടമുണ്ടാക്കിയത് VD സതീശൻ സർക്കാരിനല്ല, പ്രതിപക്ഷത്തിനാണ് എന്നുള്ള വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷത്തിലാണ് നമ്മളിപ്പോൾ ചെന്നെത്തി നിൽക്കുന്നത് എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.